ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സോഷ്യൽ മീഡിയയിലെ ലോകത്ത് തരംഗമായി മാറിയ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമാണ് ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈറലായതിന് പിന്നിലെ ഒരു കാരണം ജാസ്മിനായിരുന്നു. സീസൺ സെക്കൻഡ് റണ്ണറപ്പായിട്ടാണ് താരം പുറത്തേക്ക് ഇറങ്ങിയത്. വിവാദങ്ങളില്ലായിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം വിജയുടെ ട്രോഫി ഉയർത്താൻ ജാസ്മിന് കഴിയുമായിരുന്നു. ഇതുവരെ കഴിഞ്ഞ 7 സീസണുകളിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വാശിയോടെ ഗെയിം കളിച്ച മത്സരാർത്ഥികളെ ഒരാളും ജാസ്മിനാണ്. ബിഗ് ബോസിന് ശേഷവും വിവാദങ്ങളും വൈറൽ റീലുകളും എല്ലാമായി എപ്പോഴും സജീവമായിരുന്നു ജാസ്മിൻ. ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ജാസ്മിൻ നൽകിയ മറുപടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. വിവാഹം, ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ് ജാസ്മിൻ മനസ്സ് തുറന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള പ്ലാനുകൾ ഇല്ലെന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. അതിന് സങ്കല്പത്തിലുള്ള പങ്കാളി അങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് വിവരിച്ചുകൊണ്ടാണ് ജാസ്മിൻ മറുപടി നൽകിയത്. ആദ്യം തന്നെ പറയട്ടെ, മാരേജ് പ്ലാൻസ് എന്നത് ഒരു പ്രാധാന്യമുള്ള ചോദ്യമല്ല. പക്ഷെ നിങ്ങളിൽ പലരും ചോദിച്ചുകൊണ്ടായിരിക്കും. മറുപടി പറയാം. എൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന, എൻ്റെ കുറവുകൾ അംഗീകരിക്കുന്ന, എൻ്റെ മുറിവുകളും ട്രോമകളും സുഖപ്പെടുത്തുന്ന, എൻ്റെ ഉള്ളിലെ കുട്ടിയെ സുരക്ഷിതമായ സന്തോഷത്തോടെ നിലനിർത്തുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും വന്നില്ലെങ്കിൽ വിവാഹത്തേക്കാൾ സമാധാനം തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി. യൂട്യൂബിൽ സജീവമാകും മുന്നേ എന്നയാളുമാണ് ജാസ്മിൻ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു. ഇരുവരും ഏറെക്കാലം പ്രണയിച്ച ശേഷമാണ് വിവാഹ നിശ്ചയം നടത്തിയത്. പക്ഷേ വിവാഹത്തിന് എത്തും മുമ്പ് പ്രണയം തകർന്നു. പിന്നീട് അഫ്സൽ എന്നൊരാളുമായി ജാസ്മിൻ്റെ വിവാഹം തീരുമാനിച്ചിരുന്നു. അതിനുശേഷം ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയതും ഗബ്രിയുമായി ചേർത്തുള്ള ഗോസിപ്പുകൾ ഉണ്ടായതും അതോടെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വിവാഹം മുടങ്ങി. ഗബ്രിയും ജാസ്മിൻ പ്രണയത്തിലാണെന്ന് ആ ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. പ്രണയമില്ല, സൗഹൃദം മാത്രമാണ് പിന്നീട് ഇരുവരും വ്യക്തമാക്കി. ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ വഴിയിൽ എവിടെയോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ അതിൽ നിന്നെല്ലാം തിരിച്ചറിഞ്ഞ് ഏകദേശം 2 വർഷമായി. എന്നിട്ടും ഞാൻ ഇപ്പോഴും ആങ്സൈറ്റി, ട്രോമ, ഉറക്കമില്ലായ്മ രാത്രികൾ എന്നിവ നേരിടുന്നു. അതെങ്ങനെ പൂർണ്ണമായി വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. എക്സ്ട്രോവേർട്ട് സ്വഭാവത്തിൽ നിന്ന് ഒരു അന്തർമുഖനായി ഞാൻ പതുക്കെ മാറി. പക്ഷേ ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിനോട് നന്ദിയുള്ളവരാണ്. ഏത് സാഹചര്യത്തിലും നേരിടാൻ ആ പ്ലാറ്റ്ഫോം എനിക്ക് ധൈര്യം നൽകി. സ്വന്തമായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു. പുതിയ അവസരങ്ങൾ തുറന്നു. ബിഗ് ബോസിന് മുന്നേ ചെയ്തതിനേക്കാൾ നന്നായി ജീവിതം കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചു എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. 25-കാരിയെ ജാസ്മിനാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിഗ് ബോസിന് ശേഷം വർക്കിൻ്റെ ഭാഗമായി കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്താണ് താമസം. കൊല്ലം സ്വദേശിനിയാണ് താരം. സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ജാസ്മിൻ ഏറെയും ചെയ്യാറുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷമായ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.